Hello and welcome to another episode of Shaji's Classroom. Today we are going to learn about dative verb. Dative verb എന്താണ് പഠിക്കാൻ പോകുകയാണ്. നമ്മൾ ഡാറ്റീവിനെ കുറിച്ച് മെയിൻ ആയിട്ട് എന്താണ് ഡാറ്റീവ് എന്ന് പഠിച്ചു എന്താണ് ദാറ്റ് ഇസ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്യൂസേറ്റീവ്, ഇൻഡയറക്റ്റ് ഡാറ്റീവ് എന്ന് പഠിച്ചു, ഡാറ്റീവ് പേഴ്സണൽ പ്രോനൗൺ പഠിച്ചു, ഡാറ്റീവ് ആർട്ടിക്കിൾ പഠിച്ചു, ഡാറ്റീവ് പൊസസീവ് പ്രോനൗൺ പഠിച്ചു. ഇൻ ഡാറ്റീവ് വെർബൻ എന്താണ് പഠിക്കുകയാണ്. ഡാറ്റീവ് വെർബൻ എന്ന് പറഞ്ഞാൽ ഒരു വെർബിൻ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടെ ഡാറ്റീവ് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ദേം ദേർ എല്ലാം കൂടുതലുണ്ടായിരിക്കണം. അപ്പൊ ദാറ്റീവ് ആ വെർബ് അല്ലെങ്കിൽ ആ വെർബ് നിലനിൽക്കാൻ പറ്റുകയില്ല. ഓക്കെ, വിൽ സീ തിങ്സ് ഇൻ ഡീറ്റെയിൽ. ഫോർ എക്സാമ്പിൾ ദേം ദേർ ദേൻ എല്ലാം ഓട്ടോമാറ്റിക് ഉണ്ടായിരിക്കണം. നമുക്ക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഹിൽഫൻ ഹിൽഫൻ ഓക്കെ, ഹിൽഫൻ സഹായിക്കുക, ഒറ്റ ഹെൽപ്പ്. ഓക്കെ, സോ ഈസ് ഹിൽഫ് എ ദെം മാൻ. ഓക്കെ, ഈസ് ഹിൽഫ് എ ദെം മാൻ. ഓക്കെ, ഞാൻ ആ പുരുഷനെ സഹായിക്കുന്നു. അപ്പം ഹിൽഫൻ ദെം മാൻ. ഓക്കെ, ദെം മാൻ. ഈസ് ദാങ്കെ ദർ ഫ്രൗ. ദാങ്കൻ മീൻസ് ഓക്കെ നന്ദി പറയുക. ഹിൽഫൻ ദാങ്കൻ ദീസ് ഓൾ തിങ്സ് വേർബ് ഓൾവേസ് ദാറ്റ് ഈസ് ഇമ്മർ ഡാറ്റീവ് ആണ്. അതിന്റെ കൂടെ ആർക്ക് നന്ദി പറയുന്നു, ആരെ സഹായിക്കുന്നു. ഓക്കെ, ദെം മാൻ ദർ ഫ്രൗ. ഇനി അടുത്തത് ഗഹ്യൂറൻ. ഓക്കെ, സ്വന്തമാക്കുക, ബിലോങ് ടു. ഓക്കെ, ദസ് ബുക്ക് ഗഹ്യൂർ ദെം കിഡ്. ദെം കിഡ്, ആ പുസ്തകം ആ കുട്ടിയുടേതാണ്. ഓക്കെ, ദാറ്റ് ബിലോങ്സ് ടു ദാറ്റ് ചൈൽഡ്. ഓക്കെ, ദെൻ ഫോൾഗൻ, അനുസരിക്കുക, ഫോളോ ചെയ്യുക. ഫോൾഗൻ ദ ഹുണ്ട് ഫോൾഗ് ദെം മാൻ. ഓക്കെ, ആ പട്ടി ആ മനുഷ്യനെ ഫോളോ ചെയ്യുന്നു, അനുസരിക്കുന്നു. ഫോൾഗ്. അല്ലെങ്കിൽ ഗ്രാറ്റുലിയറൻ, അഭിനന്ദിക്കുക, കൺഗ്രാറ്റുലേറ്റ്. ഓക്കെ, ich gratuliere meinem Bruder. Ich gratuliere meinem Bruder. ഞാൻ എൻ്റെ സഹോദരനെ അഭിനന്ദിക്കുന്നു. Then zuhören, zuhören, ശ്രദ്ധിച്ചു കേൾക്കുക, listen to it. Okay, die Schüler hören dem Lehrer zu. Die Schüler hören dem Lehrer zu. Okay, സ്റ്റുഡൻസ് അധ്യാപകരെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. അല്ലെങ്കിൽ പാസൻ. ഓക്കെ, ദാറ്റ് ഇസ് പാസ് ഫിറ്റ് ഗെറ്റിംഗ്. ഓക്കെ, ദാറ്റ് ക്ലൈഡ് പാസ് ദർ ഫ്രൗ. ഓക്കെ, ആ വസ്ത്രം ആ സ്ത്രീക്ക് ഫിറ്റ് ആണ്. ഓക്കെ, ചേരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ദസ് ക്ലൈഡ് പാസ് ദർ ഫ്രൗ. അല്ലെങ്കിൽ അടുത്തത് ഫെയിലൻ മീയർ. ഫെയിലൻ മീൻസ് കൈൻഡ് ഓഫ് യുനോ ദു ഫെയിൽസ് മീയർ എന്ന് എന്താ പറയുന്നത്, നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് പറയും. ഫെയിലൻ ദു ഫെയിൽസ് മീയർ, നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഗഫാലൻ, ഇഷ്ടപ്പെടുക. ഗഫാലൻ ദസ് ഗഫേൽഡ് മിയ. ഓക്കെ, ദസ് ബിൽ ഗഫേൽഡ് മിയ, ആ പിക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അല്ലെങ്കിൽ സ്മെക്കൻ, രുചിയായിരിക്കുക. ദിസ് വാസ് ടേസ്റ്റ് ഗുഡ്. ഓക്കെ, ദി സൂപ്പ് സ്മെക്സ്ഡ് മിയ, ആ സൂപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫെർട്രൗവൻ, വിശ്വസിക്കുക. ഫെർട്രൗവൻ. ഓക്കെ, ഈസ് ഫെർട്രൗവൻ മൈനം ഫ്രൈൻഡ്, ഞാൻ എൻ്റെ സുഹൃത്തിനെ വിശ്വസിക്കുന്നു. ഫെർട്രൗവൻ. Then verzeihen, മാപ്പ് നൽകുക, ഞാൻ അവന് മാപ്പ് നൽകുന്നു. Ich verzeihe dir, ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു. അപ്പൊ ഈ വാക്കുകളൊക്കെ പ്രധാനമായിട്ടും വരുന്നത് പ്രധാനമായിട്ടില്ല ഡാറ്റീവ് വെർബൻ എന്ന് പറയും. ഓക്കെ, കൂടാതെ nach laufen, പിന്തുടരുക. ഓക്കെ, the Junge läuft dem Ball nach. ഓക്കെ, ആ കുട്ടി ബോളിനെ പിന്തുടരുന്നു. Vertrauen, ഓക്കെ, വിശ്വസിക്കുക. Vertrauen, വിശ്വസിക്കുക. Ich vertraue dir, ഞാൻ താങ്കളെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡാറ്റീവ് വെർബൻ പഠിക്കുന്നത്. വെർബൻ നോമിനേറ്റീവ് വെർബൻ നോമിനേറ്റീവ് മാത്രമായിരിക്കും, അക്യൂസേറ്റീവ് വെർബൻ അക്യൂസേറ്റീവ് മാത്രമായിരിക്കും, ഡാറ്റീവ് വെർബൻ ഡാറ്റീവ് മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ അക്യൂസേറ്റീവ് ഡാറ്റീവ് ഉപയോഗിക്കുന്ന ചില വെർബുകൾ അത് നമ്മൾ പിന്നെ വേറെ എപ്പിസോഡ് പഠിക്കാം. അപ്പൊ ഡാറ്റീവ് വെർബൻ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് വെർബ് എടുക്കുക, സെന്റൻസ് ഉണ്ടാക്കുക, പഠിക്കുക. ഓക്കെ, അപ്പൊ ഡാറ്റീവ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. എന്താണ് ഡാറ്റീവ് നമ്മൾ പഠിച്ചു. ഇനി സെന്റൻസ് ഉണ്ടാക്കുക, സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, വേറൊരു എപ്പിസോഡുമായി വിൽ മീറ്റ് അഗെയിൻ. ടിൽ ദെൻ, പീസ്, ബൈ.